അതേപോലെ തന്നെ ഓറ ക്ലീൻ ചെയ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു മാർഗമാണ് രത്നക്കല്ലുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള മോതിരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഇതുപോലുള്ള മോതിരം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പിടിപ്പിച്ചിരിക്കുന്ന വെള്ളിയിൽ തീർത്തിരിക്കുന്ന ഇതിൽ പിടിപ്പിച്ചിരിക്കുന്ന രത്നക്കല്ലുകൾ അത് ഒറിജിനൽ ആയിരിക്കണം. ഡ്യൂപ്ലിക്കേറ്റും കിട്ടും, ഒറിജിനലും കിട്ടും. അത്തരത്തിലുള്ള ഒറിജിനൽ കല്ലുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ആ കല്ലുകളുടെ പ്രഭ കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഓറയെ ക്ലീൻ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണയായിട്ട് ഈ ഓറയുടെ പ്രഭാവലയം ശക്തമായ ആളുകളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓറ ശക്തമായ ആളുകളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ വ്യക്തികൾ നന്നായിട്ട് മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടും. അതായത് ഒരു സദസ്സിലേക്ക് ഓറ ശക്തമായിട്ടുള്ള ഒരു വ്യക്തി കയറി ചെല്ലുകയാണെങ്കിൽ ആ വ്യക്തിയെ എല്ലാവരും അംഗീകരിക്കുന്നത് കാണാം. ആ വ്യക്തി പോകുന്ന വഴികളിലെല്ലാം ആളുകളെല്ലാം ആ വ്യക്തിയെ നോക്കി, ആ വ്യക്തിയെ ആരാധനയോടുകൂടി കണ്ട് ആ വ്യക്തിയെ എല്ലാവരും വളരെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഓറ ശക്തമായതിന്റെ ഒന്നാമത്തെ ലക്ഷണം. ഇപ്പൊ നമ്മൾ പറയില്ലേ, ചില വ്യക്തിത്വങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നല്ല എന്താ പറയാ അതിനാ നല്ല കാന്തിക ശക്തിയുള്ള, അല്ലെങ്കിൽ കണ്ണുകളിൽ കാന്തിക ശക്തി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന, അതും അല്ലെങ്കിൽ നന്നായിട്ട് ആകർഷിക്കപ്പെടുന്ന വ്യക്തിത്വം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ഓറ ശക്തമായിട്ടുള്ള ആളുകളുടെ ആദ്യത്തെ ലക്ഷണമാണ്. അപ്പൊ ഏത് സദസ്സിലേക്ക് ചെന്നാലും, ഏത് ആൾക്കൂട്ടത്തിലേക്ക് ചെന്നാലും ഓറ ശക്തമായിട്ടുള്ള ആളുകൾ, മറ്റുള്ളവർ ആ വ്യക്തി ഒരു ആകർഷണ ശക്തിയോട് കൂടിയിട്ടാണ് സാധാരണയായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ ഓറ ശക്തമാകും തോറും നമ്മുടെ എനർജി വർദ്ധിക്കും തോറും, ആ ഓറയുടെ പ്രഭാവം വർദ്ധിക്കും തോറും മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ അംഗീകരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം, ഓറ ശക്തമായ ആളുകളെയാണ് പണം അട്രാക്ട് ചെയ്ത് വരിക. നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആളുകളൊക്കെ എത്ര ഈസി ആയിട്ടാണ് പണം ഉണ്ടാക്കുന്നത്. ചില ആളുകൾ എത്ര ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പൊ എന്തുകൊണ്ടാണ് പണം അവരിലേക്ക് ആകർഷിച്ചു വരുന്നതെന്ന് ചോദിച്ചാൽ, ഓറ ശക്തമാകുന്ന സമയത്ത് പണം അല്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ സമൃദ്ധി നമ്മളെ ആകർഷിക്കും എന്നുള്ളതാണ് ശക്തമായ ഓറയുടെ രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമത്തെ ലക്ഷണം, ഓറ ശക്തമായ ആളുകളുടെ അടുത്ത് നമ്മൾ പോയി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ പോലും നമുക്കൊരു മാനസിക സൗഖ്യം ലഭിക്കും എന്നുള്ളതാണ്, ഒരു ആശ്വാസം ലഭിക്കും. നമ്മൾ കണ്ടില്ലേ, ചില ആളുകളുടെ അടുത്തേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. എന്നാൽ ചില ആളുകളുടെ സമ്പർക്കം അല്ലെങ്കിൽ ചില ആളുകളുടെ പ്രസൻസ് പോലും നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവരുടെ ഓറ അതിശക്തമാണെങ്കിൽ അത് മറ്റുള്ളവരുടെ മനസ്സിനെയും സ്വാധീനിക്കും എന്നുള്ളതാണ് അടുത്ത ലക്ഷണം. ഓറ ശക്തമായതിന്റെ അടുത്ത ലക്ഷണം ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നല്ല ശക്തമായ ഓറയുള്ള ഒരു വ്യക്തി ഒരു കടയിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പൊ അതുവരെ ആ കടയിലേക്ക് ഒരു വ്യക്തിയും വരുന്നില്ല, അവിടെ ബിസിനസ് നടക്കുന്നില്ല, അവിടുത്തെ കച്ചവടം നടക്കുന്നില്ല. പക്ഷെ നമ്മൾ കണ്ടില്ല, അത്ഭുതകരമായിട്ട് ചില ആളുകൾ ആ ഷോപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ പിന്നീട് അങ്ങോട്ടേക്ക് ഒറ്റയടിക്ക് 10-20 ആളുകൾ അവിടെ വരികയും ബിസിനസ് നടക്കുകയും ചെയ്യുന്ന കാണാം. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഓറ ശക്തമായിട്ടുള്ള ആളുകൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ട് മാറുകയും ആ സ്ഥലത്തേക്ക് മറ്റുള്ളവരെ ആകർഷിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത ലക്ഷണം, ഓറ ശക്തമായിട്ടുള്ളതിന്റെ അടുത്ത ലക്ഷണം, ശക്തമായ ഓറയുള്ള ആളുകൾക്ക് എപ്പോഴും അവരുടെ പ്രതിരോധ ശേഷി വളരെ കൂടുതലായിരിക്കും. രോഗങ്ങൾ ബാധിക്കുന്നത് കാണാറില്ല. ഇപ്പൊ നമുക്ക് പ്രതിരോധ ശേഷി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് മനുഷ്യൻ മനസ്സിലാക്കാൻ സാധിക്കും, ഒരാഴ്ചയിൽ കോൾഡ് പിടിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. അപ്പൊ ഇതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഏറ്റവും ദുർബലമാകുന്ന സമയത്താണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ഈ കോൾഡൊക്കെ നമ്മളെ പെട്ടെന്ന് പിടിക്കുന്നത്. അപ്പോൾ ഈ ഓറ ശക്തമാകുന്ന സമയത്ത് അവരുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുകയും അവരുടെ പ്രതിരോധ ശേഷി വർദ്ധിച്ചുകൊണ്ട് രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ പോകുന്നതും കാണാം. ഇതാണ് ഓറ ശക്തമായതിന്റെ അടുത്ത ലക്ഷണം. അടുത്തത്, ഓറ ശക്തമായതിന്റെ അടുത്ത ലക്ഷണം, ഈ ശക്തമായ ഓറയുള്ള ആളുകൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് മറ്റുള്ളവർ സ്വാധീനിക്കുന്നതാണ്, മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കും. അപ്പോൾ ഇവർ പറയുന്നത് എന്തും, ഈ ഓറ ശക്തമായിട്ടുള്ള ആളുകൾ പറയുന്നത് എന്തും മറ്റുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് വിശ്വസിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ഓറ ശക്തമായിട്ടുള്ള ആളുകളുടെ കൺവിൻസിങ് പവർ വളരെ കൂടുതലായിരിക്കും എന്നർത്ഥം. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഓറ ശക്തമാണെങ്കിൽ നമ്മുടെ മനസ്സ്, ശരീരം ഇവ രണ്ടും വളരെ പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നു പോകുന്നത് കാണാം. നമ്മുടെ ആരോഗ്യം വളരെ മെച്ചപ്പെട്ടതായിരിക്കും.
നമ്മുടെ പ്രതിരോധ ശേഷി വളരെ വർദ്ധിച്ചതായിരിക്കും. നമ്മൾ ഇടപഴകുന്ന ആളുകൾക്കൊക്കെ പോസിറ്റീവ് വൈബ്രേഷൻ കൊടുത്തുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ആളുകളെയെല്ലാം ഉന്നതിയിലേക്ക് എത്തിക്കുവാൻ ഈ ഓറ ശക്തമായ ആളുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഓറയുടെ ശക്തമായ ഓറയുള്ള ആളുകളുടെ ലക്ഷണമായിട്ട് പറയപ്പെടുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഓറയെ ശക്തമാക്കുക? അതിന് വിവിധ മാർഗങ്ങൾ സാധാരണയായിട്ട് നമ്മൾ പറയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് മാർഗങ്ങളെ, ഓറയെ ശക്തമാക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു രത്നത്തിന്റെ പ്രഭാവലയം പുറത്തേക്ക് വരണമെങ്കിൽ മൂടിക്കിടക്കുന്ന ആ മണലിലേക്ക് മൂടിക്കിടക്കുന്ന അല്ലെങ്കിൽ മണലിന്റെ ആഴത്തിലേക്ക് കുഴിച്ചിട്ട് വെച്ച ആ രത്നം അതിന്റെ പ്രഭ പുറത്തേക്ക് വിടണമെങ്കിൽ ആ മണലിനെ നീക്കി കൊടുക്കണം. അതുപോലെ തന്നെ മനഃശുദ്ധി എന്ന് പറയുന്ന ഒരു ഘടകമാണ് ഓറ ശക്തമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാരണം ശുദ്ധിയില്ലാത്ത മനസ്സിൽ മാലിന്യങ്ങൾ നിറഞ്ഞുകൊണ്ട് ഈ ഓറയുടെ പ്രഭാവലയത്തിനെ പുറത്തേക്ക് വിടാൻ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കും നമ്മുടെ ഉപബോധ മനസ്സ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട മനഃശുദ്ധിയാണ്. അപ്പൊ മനഃശുദ്ധി ഉണ്ടാക്കുവാൻ എന്ത് വേണം? മനഃശുദ്ധി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ വെറുപ്പ്, വിദ്വേഷം, അതുപോലെ തന്നെ അസൂയ, അങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസിനെ നമുക്ക് മാറ്റിക്കളയാൻ സാധിക്കണം. അപ്പോൾ ഒരു പരിധിവരെ നെഗറ്റീവ് ഇമോഷനുകളെ നമ്മൾ ഇല്ലാതാക്കുന്ന സമയത്ത് നമ്മുടെ ഓറ ശക്തമാവുന്നത് കാണാം. അപ്പൊ ഇത് പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നെഗറ്റീവ് ഇമോഷൻസിനെ കളഞ്ഞുകൊണ്ട് നമ്മുടെ ഓറയെ ശക്തമാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇപ്പൊ മെഡിറ്റേഷൻ. അപ്പൊ ധ്യാനം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ തന്നെ പല വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഡെഫിനിഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ധ്യാനം എന്ന് പറഞ്ഞാൽ കം ടു ദ പ്രസന്റ് ആണ്. നമ്മൾ എപ്പോഴും പാസ്റ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ആയിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴാണോ പ്രസന്റിലേക്ക് വരുന്നത്, ആ പ്രസന്റിലേക്ക് നമ്മൾ എത്തുന്ന അവസ്ഥയെ നമുക്ക് ധ്യാനം എന്ന് വിളിക്കാം. അപ്പൊ മനസ്സിനെ കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതുമായ ചിന്തകളിൽ നിന്നും മുക്തമാക്കിക്കൊണ്ട് നമ്മുടെ പ്രസന്റിലേക്ക് എത്തിക്കുന്ന ഏത് മെത്തേഡിനെയും നമുക്ക് ധ്യാനം എന്ന് വിളിക്കാം. അതിനുള്ള ധ്യാനങ്ങൾ, ഏതെങ്കിലുമൊക്കെ ധ്യാനങ്ങൾ, അത് യൂട്യൂബ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുവിനെ കണ്ടുകൊണ്ടോ പഠിച്ചുകൊണ്ട് ധ്യാനമുറയിൽ കൂടി നമുക്ക് നമ്മുടെ ഓറയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും. കാരണം ആത്യന്തികമായിട്ട് ധ്യാനത്തിൽ കൂടി നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണമാണ് നടക്കുന്നത്. അപ്പോൾ ഓറ നമുക്ക് ശക്തമാക്കണമെങ്കിൽ ധ്യാനം വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. രണ്ട്, നമ്മുടെ ശരീരത്തിനെ നമുക്ക് ഓറയുടെ പ്രഭാവലയത്തിനെ കുളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ അതിന്റെ ആ പൊട്ടിപ്പോയിരിക്കുന്ന ഭാഗത്തെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഉപ്പ്, ക്രിസ്റ്റൽ, സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പ് ലയിപ്പിച്ച വെള്ളത്തെ കൊണ്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഒരു പരിധിവരെ നമ്മുടെ ഓറ ക്ലെൻസിങ് എന്ന് പറഞ്ഞൊരു പരിപാടി അവിടെ നടക്കും. അതുപോലെ തന്നെ ശുദ്ധമായ പച്ചവെള്ളം, ചൂടുവെള്ളം എടുത്തിട്ടാണ് നമ്മൾ പല ആളുകളും കുളിക്കാറുള്ളത്. പച്ചവെള്ളത്തിൽ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ഓറ അതിന്റെ ക്ലെൻസിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് പോകും. അതേപോലെ തന്നെ ഓറ ക്ലീൻ ചെയ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു മാർഗമാണ് രത്നക്കല്ലുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള മോതിരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഇതുപോലുള്ള മോതിരം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പിടിപ്പിച്ചിരിക്കുന്ന, വെള്ളിയിൽ തീർത്തിരിക്കുന്ന, ഇതിൽ പിടിപ്പിച്ചിരിക്കുന്ന രത്നക്കല്ലുകൾ അത് ഒറിജിനൽ ആയിരിക്കണം. ഡ്യൂപ്ലിക്കേറ്റും കിട്ടും, ഒറിജിനലും കിട്ടും. അത്തരത്തിലുള്ള ഒറിജിനൽ കല്ലുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ആ കല്ലുകളുടെ പ്രഭ കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഓറയെ ക്ലീൻ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുവഴി നമ്മുടെ ഓറയെ നമുക്ക് ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്ക് ശക്തമായിട്ടുള്ള ഓറ ഉണ്ടാക്കുവാൻ സാധിക്കും. ഇനി അടുത്ത വഴി എന്ന് പറഞ്ഞാൽ കാടിനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അത് വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഈ പട്ടണത്തിൽ നിന്ന് വിട്ടുമാറി, ടൗണിൽ നിന്ന് വിട്ടുമാറിയിട്ട് നമ്മൾ വാഹനങ്ങളുടെ അധിക പോക്കോ വരുത്തോ ഇല്ലാത്ത കാട്ടിലെ പ്രദേശത്തേക്ക്, ഇപ്പോൾ വയനാട് പോലെയുള്ള, അല്ലെങ്കിൽ നമ്മൾ ഫോറസ്റ്റിൽ നമ്മൾ സഫാരി യാത്രയ്ക്ക് പോകും. അത്തരത്തിലുള്ള യാത്രകളിൽ കൂടി ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ഓറ റീജനറേറ്റ് ചെയ്തുകൊണ്ട് ഓറ ക്ലെൻസിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കും. കാരണം കാട്ടിൽ ആ വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടിയും ശുദ്ധമായ വായുവിൽ കൂടി നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ ഓറ ക്ലീനിങ് നടക്കും എന്നുള്ളതാണ് അടുത്ത മാർഗം. ഇനി അടുത്ത മാർഗം ശുദ്ധമായ സംഗീതം കേൾക്കലാണ്. ശുദ്ധ സംഗീതത്തിൽ കൂടി, ശുദ്ധമായ സംഗീതം ആസ്വദിക്കുന്നതിൽ കൂടി, അത് യൂട്യൂബിൽ കൂടിയോ മറ്റേത് വഴിയിൽ കൂടിയായാലും മ്യൂസിക് കേൾക്കുന്നതിൽ കൂടി, സംഗീതം ആസ്വദിക്കുന്നതിൽ കൂടി നമ്മുടെ ഓറ അതിശക്തമാവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പാട്ട് പാടുന്ന സമയത്ത്, പാട്ട് പാടാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ പാട്ട് പാടുന്ന സമയത്ത് നമ്മുടെ ഓറ അതിശക്തമായിട്ട് മാറുന്നത് കാണാം. അപ്പൊ ഇത്രയും വഴികളിൽ കൂടി നമ്മുടെ ഓറയെ നമുക്ക് ശക്തമാക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് മനഃശുദ്ധിയാണ്. അതുകൊണ്ടാണ് മനഃശുദ്ധി മഹാസിദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ മനഃശുദ്ധി ഉണ്ടാക്കുവാന്ന ഏത് വഴികളിൽ കൂടിയും നമുക്ക് നമ്മുടെ ഓറയെ ശക്തിപ്പെടുത്താൻ സാധിക്കും.
അപ്പോൾ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നെഗറ്റീവ് ഇമോഷൻസിനെ പൂർണ്ണമായിട്ട് കളയണം. അതുപോലെ തന്നെ വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, അസൂയ ഇത്തരത്തിലുള്ള വികാരങ്ങളെ നമ്മളിൽ നിന്ന് എപ്പോൾ നമ്മൾ മാറ്റി നിർത്തുന്നുവോ അപ്പോൾ നമുക്ക് തന്നെയാണ് ഗുണം. കാരണം നമ്മുടെ ഓറ അതിശക്തമായിട്ട് മാറുകയും പണത്തെയും അതുപോലെ തന്നെ സമൃദ്ധിയും നമ്മളിലേക്ക് ആകർഷിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഇതാണ് ഓറ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് നമ്മുടെ ഓറയെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഓറയെ ശുദ്ധീകരിക്കുന്നതും ഓറ ശക്തമാക്കുകയും ചെയ്യുന്നത്. നമസ്തേ.